ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളെക്കുറിച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സെഗ്മെൻ്റാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 2-ാം അധ്യായം 37-ാം വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് കേട്ട് അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടുമായി ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു വാക്യം വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് പത്രോസിൻ്റെ പ്രസംഗം കേട്ട് അവരുടെ ഹൃദയം നുറുങ്ങി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുതിയ POC ബൈബിളിൽ പരിഷ്കരിച്ച പതിപ്പിൽ അവരുടെ ഹൃദയം നുറുങ്ങി എന്നുള്ളത് പഴയ POCയിലാണെങ്കിൽ അവർക്ക് കുത്തുകൊണ്ടു എന്നാണ് കിടക്കുന്നത്. ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടുന്ന പലരെയുമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ വചനം പറയുമ്പം മറ്റൊന്നും പറഞ്ഞില്ലെങ്കിലും ചിലർക്ക് കുത്തുകൊള്ളും. ചിലരെ സംബന്ധിച്ച് ഹൃദയം നുറുങ്ങും. ചിലരത് അംഗീകരിക്കും, സ്വീകരിക്കും. അയ്യോ, ഞങ്ങൾക്ക് പറ്റിപ്പോയല്ലോ എന്നവർ അംഗീകരിക്കും. അവർ മാനസാന്തരപ്പെടും, തിരിയാനിടയാകും. എന്നാൽ ചിലരെ സംബന്ധിച്ച് അതൊരിക്കലും കഴിയത്തില്ല. പകരം ഈ കുത്തുകൊണ്ട് കഴിഞ്ഞാൽ അവർ നമ്മെ തിരിച്ചു കുത്താൻ വേണ്ടി മാത്രമേ അവർക്ക് ആയുധമെടുക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളൊരിക്കലും അവരെ പേഴ്സണലി അവരെയോ അവരുടെ കുടുംബത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ചെയ്തവൻ, നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു തത്വമുണ്ടല്ലോ, അതായത് കോഴിയെ കട്ടവൻ്റെ തലയിലാണ് പപ്പും പൂടെ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ വഴി കൂടെ പോകുന്നവൻ്റെ തലയിൽ പപ്പും പൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കോഴിയെ കക്കാൻ വന്നവൻ്റെ തലയിലാണെങ്കിൽ അവൻ്റെ തലയിൽ ഒരു പക്ഷേ പപ്പും പൂടെ ഉണ്ടാകും. അപ്പോൾ അവനെ സംബന്ധിച്ച് അവനെതിരെ ആരോപണങ്ങളോ കാര്യങ്ങളോ പറയുമ്പം അവനത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് അവരെ അസ്വസ്ഥതപ്പെടുത്തും, അലോസരപ്പെടുത്തും. ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് ചിന്തിക്കുക, ആർക്കാണ് കുത്തുകൊണ്ടത്? ആരാണ് ഹൃദയം നുറുങ്ങിയത്? യേശുവിനെ തള്ളിക്കളഞ്ഞവർക്കാണ് ഹൃദയം നുറുങ്ങിയത്. അവരുടെ മുൻപിലാണ് കർത്താവായ യേശുവിൻ്റെ ആത്മാവിൽ പത്രോസ് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ക്രൂശിച്ച, നിങ്ങൾ നിയമനിഷേധികളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച, നിങ്ങൾ പാതാളത്തിലേക്ക്, മരണത്തിലേക്ക്, ക്രൂശിക്കലേക്ക് കൊണ്ടുപോയ ക്രിസ്തുവിനെ അവൻ പാതാളങ്ങളിൽ നിന്നും വിടുവിച്ചു, മരണത്തിന് അവനെ ജയിക്കാൻ സാധിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് ആ പ്രബോധനങ്ങളെല്ലാം കൊടുത്തപ്പം അവരുടെ ഉള്ളിൽ കുത്തുകൊണ്ടു. കാരണം അവർക്കറിയാം, ഞങ്ങൾ പാപം ചെയ്തവരാണ്, ഞങ്ങൾ അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞ സമൂഹമാണ്. അവരുടെ ഇടയിൽ നിന്നാണ് ആദ്യത്തെ ക്രിസ്തീയ സമൂഹം ഇത് ശക്തമായി മുന്നോട്ട് വരുന്നത്. 120 പേരടങ്ങുന്ന അവരിൽ നിന്നും പിന്നീട് വരുന്ന ആദ്യ ക്രൈസ്തവ സമൂഹം, അതായത് പ്രഘോഷണത്തിൽ നിന്നും, സുവിശേഷ പ്രഘോഷണത്തിൽ നിന്നും വരുന്ന, കേൾവിയിൽ നിന്ന്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നും വരുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ ആദ്യ പടി അവിടെ നിന്നാണ് കടന്നു വരുന്നത്. അവർ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് കുത്തുകൊണ്ടു അല്ലെങ്കിൽ ഹൃദയം നുറുങ്ങിയപ്പം അവർ ചോദിക്കുകയാണ്, പത്രോസിനോട് ചോദിക്കുക, സഹോദരന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഞങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും? ഈ ചോദ്യം അവരുടെ മുമ്പിൽ വരുന്നത്. ഇന്ന് പലർക്കും ആ ചോദ്യം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നും ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും ക്രൂശിൽ തറച്ചുകൊണ്ട്, ക്രിസ്തുവിനെ ഒരു ബിസിനസ് കച്ചവട സ്ഥാപനമാക്കി മാറ്റിക്കൊണ്ട്, നേർച്ചപ്പെട്ടികളുടെയും മറ്റ് പണത്തിൻ്റെയും മാത്രം ഉദരത്തിൻ്റെ ശുശ്രൂഷയായി മാറ്റിക്കൊണ്ട് ഇന്ന് ക്രിസ്തുവിനെ കച്ചവടം ചെയ്യുന്ന യേശുവിൻ്റെ അമ്മ മാതാവിനെ, സ്വർഗത്തിലിരിക്കുന്ന ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട, ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ട, ബൈബിളിൽ കാണുന്ന ഏറ്റവും നല്ലൊരു മാതൃകയായ മാതാവിനെ കച്ചവടം ചെയ്ത്, കുരുക്കഴിക്കുന്ന മാതാവും, അങ്ങനെ പല വിധത്തിൽ കച്ചവടം ചെയ്തുകൊണ്ട്, വിഗ്രഹ കച്ചവടം ചെയ്തുകൊണ്ട് നടക്കുന്നവർക്ക് ഇപ്പോഴും കുത്തുകൊണ്ടാലും അവർ കർത്താവിനോട് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം, ഇനി ഞങ്ങൾക്ക് എങ്ങനെ പിന്മാറണം, എങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റും എന്ന് യാതൊരുവിധ ചിന്തയുമില്ല. അവർക്കിപ്പോഴും ആഗ്രഹവും ചിന്തയും, അവർക്ക് എതിരെ ദൈവവചനം കൊണ്ട് സംസാരിച്ച, അവരുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച ദൈവവചനത്തിനെതിരെ ഇനി എങ്ങനെ പോരാടാൻ പറ്റും, ആ വചനത്തെ ഇനി എങ്ങനെ തകർക്കാൻ പറ്റും, ആ വചനത്തെ ഇനി എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് മാത്രമേ അവരുടെ ചിന്തയിലുള്ളൂ. അതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സുകളിൽ കിടന്ന് നിലവിളിയും കരച്ചിലുമായി കടന്നു വരുന്നത്. എന്തുവാകട്ടെ, ഇവരൊക്കെ മാനസാന്തരപ്പെടും, ഒരു ദിവസം ക്രിസ്തുവിനെ അറിയുമെന്നൊരു പ്രത്യാശയും പ്രതീക്ഷയും നമുക്ക് കൈവിടാതിരിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത വാക്യത്തിൽ പത്രോസ് പറയുന്ന മറുപടിയുണ്ട്. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ വചനത്തിൽ വ്യക്തമായിട്ട് നമ്മൾ POC വായിക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും സ്നാനപ്പെടുവിൻ. പാപമോചനത്തിനുള്ള സ്നാനം എന്താണ്? പാപമോചനത്തിനുള്ള സ്നാനം, പാപമോചനത്തിന് ഒരു സ്നാനമുണ്ടോ? ഒരു കുഞ്ഞ് ജനിച്ച് അവൻ്റെ 90-ാമത്തെ ദിവസം അവനെ കൊണ്ടുവന്ന് ഒരു തളിപ്പ് സ്നാനം നടത്തുമ്പോൾ അവൻ്റെ പാപങ്ങളെല്ലാം മോചിക്കുന്നുണ്ടോ? പാപമോചനത്തിന് സ്നാനമാണോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? പാപമോചനം ഈ ഒരു തളിപ്പിലൂടെ എല്ലാ പാപങ്ങളും മോചിക്കപ്പെടുമോ, എല്ലാം മാറ്റപ്പെടുമോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ കർത്താവായ
നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവിടെ വചനം സ്വീകരിച്ചവർ 3000-ഓളം പേർ അന്ന് തന്നെ സ്നാനപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു മാതൃക കിടക്കുക. എന്താണ് ആ മാതൃക? അന്ന് തന്നെ സ്നാനപ്പെട്ടു. അതായത് അവർ യേശുവിനെ കേട്ടു, അറിഞ്ഞു, അവർക്കുള്ള വാഗ്ദത്തം അവർ സ്വീകരിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുമുള്ള വാഗ്ദത്തം സ്വീകരിച്ചു. ഒരു പക്ഷേ 3000 പേരെന്ന് പറഞ്ഞിരിക്കുന്നത് പുരുഷന്മാർ മാത്രമാകണമെന്നില്ല. പുരുഷന്മാരുണ്ടാവും, സ്ത്രീകളുണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും. കാരണം പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്, അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ പഴയ യേശുവിൻ്റെ കാൽവരി ക്രൂശിന് തൊട്ട് മുമ്പ് നമ്മൾ കാണുന്നുണ്ട്, അപ്പം വർദ്ധിക്കുന്നതിന് മുൻപ് അവിടെ 5000-ഓളം വരുന്ന പുരുഷന്മാർ എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പുരുഷന്മാരെന്ന് മാത്രം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സ്ത്രീകളെന്ന് പറഞ്ഞിട്ടില്ല, പ്രായപൂർത്തിയായവരെന്ന് പറഞ്ഞിട്ടില്ല, 12 വയസ്സും 13 വയസ്സിനും മുകളിലുള്ളവരെന്ന് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാകാം. അപ്പോൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവിടെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളതാണ് പൊതുവേ നമ്മൾ എടുക്കുന്നൊരു വിഷയം. മാത്രമല്ല അവരൊറ്റ പ്രാവശ്യം കേട്ടു യേശുവിനെ, ഒറ്റ പ്രാവശ്യം യേശുവിനെ കേട്ടു. യേശുവിനെ കേട്ട അന്ന് തന്നെ അവരെന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. അല്ലാതെ അവർ കുറേ പഠിക്കുന്നുണ്ടോ? ഇല്ല. അവർ കുറേ എല്ലാം പഠിച്ച് ബൈബിൾ മുഴുവൻ പഠിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നിട്ടാണോ അവർ ഇത് ചെയ്യുന്നത്, സ്നാനപ്പെടുന്നത്? അല്ല, അവർ അന്ന് തന്നെ സ്നാനപ്പെട്ടു എന്ന വചനത്തിൽ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ലേ സ്നാനപ്പെടേണ്ടത്? ഈ ഒരു ചിന്ത പൊതുവേ പൊതുകോളത്തിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ കോളത്തിൽ വളരെയധികം പങ്കുവയ്ക്കുന്നൊരു വിഷയമാണ്. ഇങ്ങനെയാണ്, അതല്ലേ ഇതല്ലേ ശരി എന്ന രീതിയിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള വിഷയമാണ്. പ്രിയമുള്ളവർ, ഈ വചനം നമ്മൾ ഒന്നും കൂടി ഒന്ന് ഓർഡറായിട്ടൊന്ന് വായിച്ചു പോവുക. 38-ാം വാക്യം മുതൽ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങളുടെ മേൽ ലഭിക്കും. ഇവിടെ 3 ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. കാരണം ഇവർ യേശുവിൻ്റെ ഉപദേശം കേട്ടവരാ, യേശുവിൻ്റെ പ്രബോധനങ്ങളെ അറിഞ്ഞവരാ, യേശു ചെയ്ത അത്ഭുതം കണ്ടവരാ, യേശുവിൻ്റെ സാക്ഷ്യത്തെ അറിയാവുന്നവരാ, യേശുവിനെ നേരിട്ട് കണ്ടവരാ, യേശുവിൽ നിന്നും അനുഗ്രഹം സ്വീകരിച്ചവരാ, യേശുവിനെ അനുഭവിച്ചവരാ. ഇതെല്ലാമാണ് ഇവർ. എന്നാൽ ഒരു നിമിഷം അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരുടെ പ്രവർത്തനം മൂലം, അവരുടെ നിർബന്ധം മൂലം, അങ്ങനെ വചനത്തിൽ കൊടുത്തിരിക്കുന്ന പുരോഹിതന്മാർ അവരെ നിർബന്ധിച്ചു, യേശുവിനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയാൻ ജനത്തെ നിർബന്ധിച്ചു. അപ്പം ആ പുരോഹിതന്മാരുടെ നിർബന്ധപ്രകാരം വഴിതെറ്റിപ്പോയ, യേശുവിനെ ക്രൂശിക്കാൻ വിളിച്ചു പറയേണ്ടി വന്ന 3000-ഓളം വരുന്ന ജനത്തെയാണ് ഇവിടെ നമ്മുടെ മുൻപിൽ കാണുന്നത്, നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്ത, യേശുവിൽ നിന്നും സൗഖ്യവും എല്ലാ പഠനങ്ങളും സ്വീകരിച്ച ഒരു ജനം യേശുവിനെ തള്ളിക്കളഞ്ഞു. അവർ മനസ്തപിച്ച്, മാനസാന്തരപ്പെട്ട്, പശ്ചാത്തപിച്ച് അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവർ തിരിച്ചു വരികയാണ്. ആ 3000 പേരെയാണ് അവിടെ സ്നാനപ്പെടുത്തുന്നത്. അവർ ആദ്യം, അപ്പോഴും സ്നാനത്തിൻ്റെ ആദ്യത്തെ ഘട്ടം എന്താ പറഞ്ഞത്? പശ്ചാത്തപിക്കുവിൻ, സ്നാനപ്പെടുവിൻ, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വന്നവരെ നേരെ പിടിച്ച് മുക്കുകയല്ല, നേരെ വെള്ളം തെളിച്ച് വിടുകയല്ല അവിടെ ചെയ്തത്. പശ്ചാത്തപിക്കും, സ്നാനപ്പെടുവിൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വീണ്ടും താഴോട്ട് നമ്മൾ വചനം വായിക്കുമ്പം, ആ സ്നാനം സ്വീകരിക്കുമ്പോൾ, അതായത് ഒരുവൻ പശ്ചാത്തപിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് അവൻ്റെ പാപങ്ങൾ അവൻ ഏറ്റുപറയുമ്പോഴാണ് അവൻ്റെ പശ്ചാത്താപം വരുന്നത്. പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ തന്നെ ദൈവം എന്ത് ചെയ്യുക? അവൻ്റെ പാപങ്ങളെ മോചിപ്പിക്കുക. ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചവൻ്റെ പ്രകടമായ അവൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് സ്നാനം എന്ന് അവിടെ തന്നെ തൊട്ടടുത്ത് കാണുകയാണ്. കാരണം പശ്ചാത്തപിക്കുവിൻ, യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ. അവിടെയാണ് പശ്ചാത്തപിച്ചവരാണ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നത്. അതായത് അവർ സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനം അവർ നടത്തുകയാണ്, അവരവിടെ സ്നാനപ്പെടുകയാണ്. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുന്നു. പഴയ ആ ജീവിതം, പാപത്തിൻ്റെ ജീവിതം അവനോടുകൂടെ പൂർണ്ണമായി മരിച്ച് അടക്കി ക്രൂശിൽ, അതായത് യേശുവിൻ്റെ കല്ലറ എന്തിനെ സൂചിപ്പിക്കുന്നു? അവൻ്റെ സ്നാനത്തെ, വെള്ളത്തിൽ അവൻ്റെ മുങ്ങി ആ സ്നാനം കാണിക്കുന്നത്. പൗലോസ് തൻ്റെ ലേഖനത്തിലെ, റോമാലേഖനം 6-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, വെള്ളത്തിൽ മുങ്ങുന്നവൻ ആ കല്ലറയിൽ അടക്കപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നു. പഴയ മനുഷ്യനോടെ പൂർണ്ണമായി മാറ്റപ്പെടുന്നു, പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നു, പുതിയ മനുഷ്യൻ മുന്നോട്ട് കടന്നു വരുന്നു എന്നാണ് അവിടെ വചനത്തിൽ നമ്മൾ കാണാൻ സാധിക്കുക. വീണ്ടും അടുത്ത വാക്യം വായിക്കുമ്പോൾ, ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ കർത്താവായ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും. ഇത് യഹൂദർക്ക് മാത്രമുള്ളതല്ല. ഈ വാഗ്ദത്തം യഹൂദർക്ക് മാത്രമാണെന്ന് പഠിപ്പിക്കുന്ന അനേക കൾട്ടുപദേശങ്ങൾ ഇന്ന് കാലത്ത് വളരെയധികം ചുറ്റിയടക്കുന്നുണ്ട്. സ്നാനോപദേശം അല്ലെങ്കിൽ ഈ കാര്യം അത് യഹൂദർക്ക് മാത്രമേ ഉള്ളൂ,
അപ്പസ്തോലന്മാർ അവരോട് മാത്രമാണ് പറഞ്ഞത്, മറ്റാർക്കുമില്ല. എന്നാൽ വാക്യം അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ വാഗ്ദാനം നിങ്ങൾക്കും, ഈ കൂടിയിരിക്കുന്ന 3000 പേർക്കും, നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും, അതായത് ഇനി വരാനിരിക്കുന്ന സകല തലമുറയ്ക്കും, എല്ലാ തലമുറയ്ക്കും, ഏത് തലമുറ 2026 ഇന്ന് ജനിക്കുന്ന തലമുറയ്ക്കും ഈ വാഗ്ദത്തമുണ്ട്. വീണ്ടും പറയുകയാണ്, നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിച്ച സകല വിദൂരസ്ഥർക്കും, എന്ന് വെച്ചാൽ എല്ലാ വിജാതിയർക്കും, എല്ലാ വിദൂരസ്ഥർക്കും, എവിടെയൊക്കെ ആയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ അടുത്തോട്ട് വരുന്ന, ക്രിസ്തു വിളിച്ച എല്ലാവർക്കുമുള്ള വാഗ്ദത്തമാണ് ഈ ഒരു വാഗ്ദാനം. മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിൽ സ്നാനം സ്വീകരിക്കുക, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരു പൂർണ്ണമായ സ്നാനം സ്വീകരിക്കുക എന്നുള്ളത് അത് പുതിയ നിയമത്തിൻ്റെ ഉപദേശമാണ്, അപ്പസ്തോലിക ഉപദേശമാണ്, യേശുവിൻ്റെ പ്രബോധനമാണ് എന്ന് വ്യക്തമായി നമുക്ക് ഈ വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്നും നിങ്ങളെ തന്നെ രക്ഷിക്കുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. കാരണം പുരോഹിതർ നശിപ്പിച്ച, തകർത്ത, ഇല്ലാതാക്കിയ വിശ്വാസത്തെ പൂർണ്ണമായി ത്യജിക്കാൻ തക്കവണ്ണം വെറും ചടങ്ങ് യഹൂദനായി, വെറും ചടങ്ങ് വിശ്വാസിയായി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന, ജെറുസലേം ദേവാലയത്തിൽ വെറുതെ ബലിയർപ്പിക്കാൻ മാത്രം പോയിരുന്ന, ഹൃദയം അതിനോട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത തരത്തിലുണ്ടായിരുന്ന ആ പുരോഹിതർ നശിപ്പിച്ച ഈ ദുഷിച്ച തലമുറയിൽ നിന്നും എങ്ങനെ തിരിച്ചു വരാമെന്നുള്ളതിനെക്കുറിച്ച് അനേക വചനങ്ങളാൽ അവരെ പ്രബോധിപ്പിച്ചു, വ്യക്തതയോടെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇന്നും ചെയ്യേണ്ട കാര്യം ഇതാ, നമ്മൾ നശിച്ചു പോയിരിക്കുന്ന, വിശ്വാസം തകർന്നു പോയിരിക്കുന്ന ഈ നശിച്ച തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടണമെങ്കിൽ, വിടുതൽ പ്രാപിക്കണമെങ്കിൽ സത്യസുവിശേഷം പ്രഘോഷിക്കപ്പെടണം. ദൈവവചനം അനേക വചനങ്ങളിലൂടെ ഓപ്പണായി കൃത്യതയോടെ, ആരാണ് നിന്നെ തകർക്കുന്നത്, നിന്റെ ശത്രു, നിന്നെ ഇല്ലാതാക്കുന്ന സാത്താൻ ആരാണ്, പിശാച് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു, ഏതൊക്കെ തലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ബോധ്യം നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കണം, പ്രബോധനങ്ങൾ അവർക്ക് കൊടുക്കാൻ സാധിക്കണം. വീണ്ടും വചനം പറയുകയാണ്, അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവനോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുകൊണ്ടു. ആരാണ് താല്പര്യപൂർവ്വം പങ്കുകൊണ്ടത്? അത് സദാ, അനുദിനം, ദിവസതേറെ. എന്തൊക്കെ കാര്യത്തിൽ? അപ്പസ്തോലന്മാരുടെ പ്രബോധനം. അതായത് ഒറ്റ ദിവസം വെള്ളത്തിൽ മുക്കി അല്ലെങ്കിൽ ഒന്ന് സ്നാനപ്പെടുത്തി പറഞ്ഞു വിടുന്ന ഒരു പ്രബോധനമല്ല അപ്പസ്തോലന്മാർ ചെയ്തത്. അതോടുകൂടി അപ്പസ്തോലന്മാരുടെ ഡ്യൂട്ടി അവസാനിച്ചില്ല. ഈ പരിപാടി തീർന്നു, ഇനി നീയൊക്കെ ക്രിസ്ത്യാനിയാണ്, ഒന്നെങ്കിൽ ശുദ്ധീകരണ സ്ഥലം, അല്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം, ഇതൊക്കെ കിട്ടും എന്ന് പറയുന്നതല്ല ക്രിസ്തീയ ജീവിതം. അതല്ല ആദിമ ക്രിസ്തീയ സഭ ചെയ്തത്, ക്രിസ്തീയ സമൂഹം ചെയ്തത്, അപ്പസ്തോലന്മാർ ചെയ്തത്. അവരെ കൃത്യതയോടെ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിർത്തി, സദാ താല്പര്യപൂർവ്വം അവരെ ദൈവവചനം പഠിപ്പിച്ചു. അനുദിനം അപ്പസ്തോലന്മാരുടെ പ്രബോധനം അവർക്ക് കൊടുക്കുവാൻ ദൈവം കൽപ്പിച്ച കൽപ്പന അവർ അനുസരിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെടുന്നതിന് മുൻപ് അവസാനമായി അവരോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. ശിക്ഷപ്പെടുത്തുക മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, വീണ്ടും താഴോട്ട് പറയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. അപ്പോൾ ശിഷ്യപ്പെടുത്തണം, അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം. അതുകൊണ്ട് അവസാനിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം പാലിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യേശു ക്രിസ്തു നമ്മളോട് കൽപ്പിച്ച കൽപ്പനകൾ, അപ്പസ്തോലന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ, മത്തായിലും മർക്കോസിലും ലൂക്കായിലും യോഹന്നാനിലും നമ്മളോട് എഴുതി വച്ചിരിക്കുന്ന കൽപ്പനകൾ, ദൈവാത്മാവിൽ തന്നെ ലേഖനങ്ങൾ അപ്പസ്തോലന്മാർ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ, ഈ കൽപ്പനകൾ പാലിക്കാൻ അവരെ പഠിപ്പിക്കുകയും അവരെ പ്രബോധിപ്പിക്കുകയും ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അവസാന പ്രസംഗത്തിൽ വ്യക്തമായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു. ഇതാ ഇവരെ അനുദിനം അവർ ഒരുമിച്ച് കൂടി അവർ ചെയ്യുന്നത്. അതാ അവിടെ വചനം പറയുന്നത്, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ പങ്കുകൊണ്ട്. വെറുതെ അപ്പം മുറിക്കലിൽ മാത്രം പങ്കുകൊള്ളുകയല്ല, വെറുതെ പ്രാർത്ഥനയിൽ മാത്രം പങ്കുകൊള്ളുകയല്ല, വെറുതെ കൂട്ടായ്മയിൽ വന്നു പോവുകയല്ല, അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിൽ നിലനിൽക്കണമെന്ന് അവരെ പഠിപ്പിച്ചു. യേശു പറഞ്ഞ സകല കൽപ്പനകളും അക്ഷരം പ്രതി പാലിക്കാൻ അവരെ പഠിപ്പിക്കുക. നമ്മളിന്ന് ചിന്തിക്കുക, നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്? ഏകദേശം 90-ാം ദിവസം ഒരു കുഞ്ഞിനെ മാമോദീസ സ്വീകരിപ്പിക്കുന്നു, സ്നാനപ്പെടുത്തുന്നു. ആ സ്നാനം കഴിഞ്ഞ് പിന്നെ ആ കുഞ്ഞൊരു പക്ഷേ ദേവാലയത്തിൽ വരുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, അതിന് പ്രായപൂർത്തിയാകുന്നത് വരെ അതിൻ്റെ സ്വാഭാവികപരമായ രീതിയിൽ കടന്നു പോകുന്നു. ഒരു പക്ഷേ 6-ാമത്തെ വയസ്സിലാകുമ്പോൾ ആ കുഞ്ഞ് ആദ്യമായി കാറ്റഗിസത്തിലേക്ക് വരുന്നു. 6-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 4-ാമത്തെ വയസ്സിൽ ഇതിനെ LKG നമ്മളാക്കും, 5-ാമത്തെ വയസ്സിൽ UKG അതിനു മുമ്പ് പ്രീ KG ഉണ്ട്,
അതിനു മുൻപ് വേണമെങ്കിൽ കിൻഡർ ഗാർഡൻ ഉണ്ട്. ഇങ്ങനെ എല്ലാത്തിലേക്കും നമ്മൾ കടന്നു വിടുന്നു. ഇതിനെല്ലാം ശേഷം നമ്മൾ 6-ാമത്തെ വയസ്സിലേക്ക് ഇവൻ കടന്നു വരുമ്പം ഇവൻ 1-ാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്നു. ആഴ്ചയിൽ 7 ദിവസം. ഈ 7 ദിവസത്തിൽ 6 ദിവസവും മിക്കപ്പോഴും LKG UKG അല്ലെങ്കിൽ 5 ദിവസമെങ്കിലും ഈ ക്ലാസ്സുകളുണ്ട്. എത്ര സമയം തുടങ്ങി എത്ര സമയം വരെയാണ്? നശ്വരമായ ഈ ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യവും പഠനവും കിട്ടാൻ വേണ്ടി രാവിലെ 7 മുതൽ വൈകുന്നേരം 3 മണി വരെ അല്ലെങ്കിൽ 2:30 വരെയൊക്കെ പഠിക്കുന്ന സ്കൂളുകളുണ്ട്. അല്ലെങ്കിൽ 9 മണി മുതൽ 4 മണി വരെ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിലേക്ക് നമ്മൾ ആഴ്ചയിൽ 5 ദിവസം വിടും. 6-ാമത്തെ ദിവസം കൊച്ച് കളിക്കട്ടെ, സന്തോഷിക്കട്ടെ. 7-ാമത്തെ ദിവസം നമ്മൾ ദേവാലയത്തിലേക്ക് വിടുന്നു. എപ്പോൾ വിടുന്നു? 9 മണിക്ക് വിടുന്നു. 9 മണി മുതൽ 10 മണി വരെ കുർബാന, 10 മണിക്ക് ശേഷം 12 മണി വരെ കാറ്റഗിസം, 2 മണിക്കൂർ. ആഴ്ചയിൽ 2 മണിക്കൂർ. ഒരു മാസത്തിൽ നമുക്ക് ലഭിക്കാവുന്നത് മാക്സിമം 8 മണിക്കൂർ. അതിനിടയിൽ അനേക ആഘോഷങ്ങളുണ്ട്. ഓണാഘോഷമുണ്ട്, വിഷുവിൻ്റെ ആഘോഷമുണ്ട്, ഇങ്ങനെ സകലവിധ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുണ്ട്. അനേക വിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ എന്ന് വേണ്ട ഇങ്ങനെയുള്ള സകലവിധ കോലാഹലങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ പോകണം. അപ്പോൾ ഈ പിന്നാലെ പോയി കഴിഞ്ഞിട്ട് ആഴ്ചയിൽ 8 മണിക്കൂർ കിട്ടുന്നു. ഒരു മാസത്തിൽ 8 മണിക്കൂർ കിട്ടുന്നു. 12 മാസം, 12 × 8, ഇത്രയും സമയമാണ് നമുക്കൊരു വർഷം ഒരു കുഞ്ഞിന് വേണ്ടി പഠിപ്പിക്കാൻ, ദൈവത്തിൻ്റെ പ്രബോധനത്തിൽ, ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിർത്താൻ കഴിയുക. ഇങ്ങനെ കടന്നു വരുമ്പം ഏകദേശം ഒരു 6-ാം ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ, അതായത് നമ്മൾ നേരത്തെ കൂട്ടിയ പോലെ 12 × 8 × 5, 5 വർഷം. ഇത്രയും സമയമാണ് ഒരു കുഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ കാറ്റഗിസം മാക്സിമം പഠിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യ കുർബാന സ്വീകരണത്തിലേക്ക് കടന്നു വരുന്നത്, യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാക്കുന്നത്. വീണ്ടും ഒരു 5 വർഷം കൂടി നമ്മൾ കാറ്റഗിസം പഠിപ്പിക്കുന്നു. ഏകദേശം അങ്ങനെ 10 വർഷം. ആഴ്ചയിൽ ഒരു ദിവസം 2 മണിക്കൂർ. അതിനിടയിൽ അസംബ്ലി പോകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പോകും. ഞാൻ അതൊക്കെ വിടുകയാണ്. പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ 2 മണിക്കൂർ നമ്മൾ കാറ്റഗിസത്തിന് ചിലവഴിച്ചു നോക്കുക. അങ്ങനെ മാസത്തിൽ 8 ദിവസം, 8 അല്ലെങ്കിൽ 4 ഞായറാഴ്ച ഈ 2 മണിക്കൂർ വെച്ച് വരുമ്പോൾ 8 മണിക്കൂറായി. ആ 8 മണിക്കൂർ നമ്മൾ 12 മാസം വെച്ച് കൂട്ടിയാൽ 96 മണിക്കൂറായി. ഈ 96 മണിക്കൂർ 10 വർഷം നമ്മൾ പഠിച്ചാൽ 960 മണിക്കൂർ നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് പഠിച്ചു എന്ന് വയ്ക്കുക. സത്യത്തിൽ ഈ 960 മണിക്കൂറിൽ ആദ്യത്തെ 500 മണിക്കൂറിലധികം നമ്മൾ ചിലപ്പോൾ പഠിക്കുന്നത് സഭയെക്കുറിച്ചും, സഭയുടെ പല കാര്യങ്ങളെക്കുറിച്ചും, റീത്തുകളെക്കുറിച്ചും, ഡിനോമിനേഷനെ കുറിച്ചും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. അതിനിടയ്ക്ക് പലവിധ വാദങ്ങൾ, കൽദായവാദങ്ങളും തർക്കങ്ങളും കുർബാന തർക്കങ്ങളും വേണ്ട എന്നീ പലവിധ പരിപാടികളായിട്ട് നമുക്ക് മുന്നോട്ട് പോകും. മാത്രമല്ല ഒരു വർഷത്തിൽ ഈ 12 മാസം കാറ്റഗിസം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. 9 മാസം അതിനിടയിൽ വെക്കേഷൻ ഉണ്ട്. അതിനിടയിൽ പലവിധ ആചാരങ്ങളും അനുഷ്ഠാനം, ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ഈ പറഞ്ഞ കാറ്റഗിസം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അതായത് ഒരു കുഞ്ഞ് ആവറേജ് അവൻ്റെ പ്രബോധന സമയങ്ങളിൽ, അവൻ്റെ ജീവിതത്തിൽ, ലൈഫ് ടൈമിൽ അവൻ ആകെക്കൂടെ ദൈവവചനത്തെക്കുറിച്ച് പഠിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പഠിപ്പിക്കുന്ന സാറുമാരുടെ ക്വാളിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. അതൊക്കെ നമ്മൾ വിടുക. ആ മേഖലകളൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ ഇതൊന്നും വിടുക. ഇതെല്ലാം നമ്മളൊരു വാദത്തിന് എടുക്കുക. ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വാദത്തിന് എടുക്കുക. ഭൗതികമായി ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന ഒരു ജോലിക്ക് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര മണിക്കൂർ ചെലവഴിക്കുന്നു? നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര മണിക്കൂർ നമ്മൾ അതിന് വേണ്ടി വിടുന്നു? 10-ാം ക്ലാസ്സിൽ പോകുമ്പോഴേക്കും നമ്മൾ പിന്നെ എൻട്രൻസായി, ട്യൂഷനായി, ഇതിന് വേണ്ട ഇങ്ങനെ മണിക്കൂറുകൾ അതിനു വേണ്ടി വിടുക. പക്ഷേ ദൈവത്തിൻ്റെ കാര്യത്തിൽ, കർത്താവിൻ്റെ കാര്യത്തെക്കുറിച്ച്, ദൈവവചനം പഠിപ്പിക്കാൻ നമ്മൾ എത്ര സമയം എടുക്കുന്നു? നമ്മൾ വിചാരിക്കരുത് ഒരിക്കലും നമ്മുടെ പുതിയ തലമുറ, ഈ തലമുറ നമ്മുടെ പ്രബോധകരും അല്ലെങ്കിൽ നമ്മുടെ പുരോഹിതരും ചർച്ചും മാത്രം പഠിപ്പിച്ചാൽ ഇതെല്ലാം ആയി എന്ന് വിചാരിക്കരുത്. അവരെ കൊണ്ട് പറ്റാവുന്നതാണ് അവരെ മാക്സിമം ചെയ്യുന്നത്. ഈ പറയുന്ന 960 മണിക്കൂർ, അതിനപ്പുറത്തോട്ട് അവർ പറ്റുന്നില്ല. അവർക്ക് ചെയ്യാവുന്ന അവർ ചെയ്യുന്നുണ്ട്. സ്വന്തം ഭവനത്തിൽ ദൈവവചനം പഠിപ്പിക്കാൻ ഓരോരുത്തരും പ്രാപ്തരാകണം. ഓരോ മാതാപിതാക്കളും ദൈവവചനം വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും പ്രാപ്തരാകണം. ദൈവവചനം, ഇത് നമ്മുടെ വീട്ടിലുള്ള ഈ ബൈബിൾ, അത് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കുകയും ചെയ്യാൻ പ്രാപ്തരാകണം. കാരണം ഇവിടെ അപ്പസ്തോലന്മാർ പറയുകയാണ്, അപ്പസ്തോലൻ പ്രവൃത്തിയിൽ വ്യക്തമായിട്ട് പറയുക, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാപൂർവം പങ്കുചേർന്നു. അതാകട്ടെ ക്രിസ്തുവിൻ്റെ പ്രബോധനമാണ്. ഞാൻ കൽപ്പിച്ചിരിക്കുന്നവ ചെയ്യൻ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് മദ്യപാനത്തിലേക്ക് കടന്നു പോകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് പാപത്തിലേക്ക് കടന്നു പോകുന്നത്, തിന്മയിലേക്ക്, ലോകത്തേക്ക് കടന്നു പോകുന്നതിൻ്റെ കാരണം എന്താ? അവർക്ക് ഈ പ്രബോധനം കിട്ടുന്നില്ല. മദ്യപാനം പാപമാണ് എന്നൊരു പ്രബോധനം കിട്ടിയിരുന്നെങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല. ദൈവം സത്യമാണ്, യേശു ജീവിക്കുന്നവനാണ്, അവൻ്റെ കല്ലറ ഇന്നും തുറന്നിരിക്കുകയാണ്, അവൻ ഉയർപ്പിക്കപ്പെട്ട ഈ പ്രബോധനങ്ങൾ വ്യക്തതയോടെ വിശ്വാസ തലത്തിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ മദ്യപാനത്തിലേക്ക് പോകത്തില്ല. ഇന്ന് ഇത് നടക്കുകയാണല്ലോ, ഓപ്പറേഷൻ തൂഫാൻ നടക്കുകയാണല്ലോ. എല്ലായിടത്തും തൂഫാൻ നടക്കുക. എന്തോരം വീഡിയോ നമ്മൾ ഓരോ ദിവസവും അനുദിനം കാണുന്നത് സോഷ്യൽ മീഡിയയിലൂടെ.
നമ്മുടെ കുഞ്ഞുങ്ങൾ, പുതിയ തലമുറ ഈ പറയുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും MDMA ഒക്കെ അടിമപ്പെട്ട് വരുന്നത് പോലീസാണോ ആരാണെന്ന് പോലും അറിയാതെ അവരോട് ആക്രോശിക്കുന്ന, വളരെ മോശമായി പെരുമാറുന്ന, വസ്ത്രധാരണം പോലും വളരെ വൾഗറായി നടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ തലമുറയെ വാർത്തെടുക്കാൻ നമ്മൾ ചെയ്തു വെച്ചത് ഈ ബൈബിളിനെ ഉപേക്ഷിക്കുകയാണ് നമ്മൾ ചെയ്തത്. ദൈവവചനത്തെ ഉപേക്ഷിക്കുകയാണ് നമ്മൾ ചെയ്തത്. പ്രിയമുള്ളവരെ, ഈ ദൈവവചനത്തെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിൽ വെറും അപ്പം മുറിക്കലല്ല ക്രിസ്തീയത, വെറും പ്രാർത്ഥന മാത്രമല്ല ക്രിസ്തീയത, വെറുതെ ഏതെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കൂട്ടായ്മയോ ഇതൊന്നുമല്ല ക്രിസ്തീയത. ഇതിൻ്റെ ഒപ്പം അപ്പസ്തോലന്മാരുടെ പ്രബോധനം ഇല്ലെങ്കിൽ ഒന്നുമില്ല. അവിടെ വ്യക്തമായിട്ട് വചനം പറയുകയാണ്, അവർ പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടണമെങ്കിൽ ഈ ദൈവവചനം പഠിച്ചേ മതിയാകൂ. ഈ ദൈവവചനം ആഴത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ എത്തിയേ തീരൂ. യേശു നൽകിയ പ്രബോധനം, ഞാൻ കൽപ്പിച്ചിരിക്കുന്നവ അനുസരിക്കാൻ പഠിപ്പിക്കുവൻ. യേശു പറഞ്ഞത് അനുസരിക്കണം. എനിക്ക് തോന്നിയ വിധം, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞ രീതിയിൽ പോകാനുള്ളതല്ല ക്രിസ്തീയത. ക്രിസ്തീയ ജീവിതം യേശു പറഞ്ഞതനുസരിക്കുക, ക്രിസ്തു നമ്മളോട് പറഞ്ഞതനുസരിക്കുക, സഹോദരനോട് സ്നേഹിക്കാൻ പറഞ്ഞ് സ്നേഹിക്കുക, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിന്നും പുറത്തു പോകുന്നവന് പിതാവുമില്ല പുത്രനുമില്ലെന്നാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പലരും ഇന്ന് ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ് നമ്മൾ ചുറ്റുപാടും കാണുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏകസത്യമായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനും വിമോചകനും രാജാവുമായ നമ്മുടെ മേൽ ഇറങ്ങി വന്ന അവൻ മരണപ്പെട്ട് ക്രൂശിക്കപ്പെട്ട്, എന്നാൽ കല്ലറകളിൽ അവനെ ബന്ധിക്കാൻ സാധിക്കാതെ ഉയർപ്പിക്കപ്പെട്ട് ഇന്നും നിത്യമായി നമ്മളോട് കൂടെയുണ്ട്. നമ്മെ സഹായിക്കാനായി വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് നമ്മോടുകൂടെ ഇടപഴകുന്ന, നമ്മോടുകൂടെ ഇടപെടുന്ന ആ പരിശുദ്ധാത്മാവോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. ഏകസത്യമായ ദൈവത്തെ ആരാധിച്ച് വിശുദ്ധ ബൈബിൾ അനുസരിച്ചുകൊണ്ട്, ദൈവവചനം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.